വിഗ്രഹത്തിന് ചുറ്റും നിർത്താതെ പ്രദക്ഷിണം വെച്ച് ഒരു തെരുവ് നായ. ഉത്തർപ്രദേശിലെ ബിജ്നോറിലാണ് ഈ സംഭവം നടന്നത്. വിഗ്രഹത്തിന് ചുറ്റും നിർത്താതെ വലം വയ്ക്കുന്ന ഭൈരവ് എന്ന് വിളിപ്പേരുള്ള നായയ്ക്ക് ദൈവിക ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി നായയെ നാട്ടുകാർ ആരാധിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഒരാഴ്ച മുൻപാണ് ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള ബിജ്നോറിൽ ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ ഒരു നായയുടെ വീഡിയോ വലിയ തോതിൽ വൈറലായി. ഹനുമാൻ പ്രതിമയ്ക്ക് ചുറ്റും വലം വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് വലിയ തോതിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചത്. അതിന് പിന്നാലെ ആ ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ ഈ നായയ്ക്കും എന്തോ ദിവ്യശക്തിയുണ്ട്, ഈ നായയും ഒരു ദൈവ തുല്യമാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്നുള്ളൊരു വിശ്വാസം അവർക്കിടയിൽ വരികയും പിന്നീട് അതിനെ ആരാധിക്കാൻ തുടങ്ങുകയുമൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഈ നായയുടെ അവസ്ഥ, ആരോഗ്യസ്ഥിതി കുറച്ച് വഷളായി. ഇത് വലം വെക്കുന്നതെല്ലാം നിർത്തി ഒരു സ്ഥലത്ത് കിടപ്പായി, എണീക്കാൻ പോലും പറ്റാതെ കിടപ്പായി. പക്ഷേ ഈ വീഡിയോകൾ അത് പിന്നീട് ഡൽഹിയിലെയും നോയിഡയിലെയും ചില ആക്ടിവിസ്റ്റുകളുടെയും മൃഗ ഡോക്ടർമാരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അവർക്ക് ആദ്യം തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലായി, ഇത് മറ്റൊന്നുമല്ല, എന്തൊരു രോഗമാണ് ഈ നായയ്ക്ക് പിടിപെട്ടത്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് പ്രതിമയാണെങ്കിൽ പോലും അതിങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതും പിന്നീട് അത് അങ്ങനെ കിടക്കുന്ന ദൃശ്യങ്ങളും പ്രചരിച്ചതോടെ അക്കാര്യം ഉറപ്പിച്ചു. ഇതെന്താണ് ഈ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ നായയെ ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മൃഗസംരക്ഷകരും അതുപോലെ മൃഗ ഡോക്ടർമാരും ബിജ്നോറിലെത്തി ചില നടപടികൾ, ശ്രമങ്ങളൊക്കെ നടത്തി. എന്നാൽ അത് പരാജയപ്പെട്ടു പോയി. പ്രത്യേകിച്ചും ദൈവമാണ്, ദൈവത്തെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ അവിടെയുള്ള വിശ്വാസികൾ അവർ സമ്മതിച്ചില്ല. പിന്നീട് ആ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ തന്നെ സമ്മതത്തോടെ ഒരു ദിവസം രാത്രി ഇവർക്ക് പരിശോധിക്കാൻ സാധിച്ചു. പരിശോധിച്ച് തന്നെ അതിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഇടിക്കാൻ പോലും പറ്റുന്നില്ല, വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കുന്നില്ല. എങ്ങനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, ചികിത്സ നൽകണം എന്നുള്ള കാര്യം തീരുമാനിച്ചു. പിന്നീട് രാത്രിയിൽ മറ്റ് വിശ്വാസികളോ പരിസരത്തുണ്ടായിരുന്നവരോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് അവർ ഈ നായ അവിടെ നിന്നും കൊണ്ടുപോയി. പിന്നീട് നോയിഡയിൽ എത്തിച്ച് ആവശ്യമായിട്ടുള്ള ചില ടെസ്റ്റുകളൊക്കെ നടത്തി. 2 തരത്തിലുള്ള രോഗങ്ങളാണ് മനസ്സിലാക്കിയത്. ഒന്ന്, ന്യൂറൽ ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രതിമയാണെങ്കിൽ പോലും വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വട്ടം ചുറ്റുന്ന ഒരു തരത്തിലുള്ള രോഗമായിരുന്നു. രണ്ടാമത്തേത് ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഭക്ഷണത്തെ കഴിക്കാൻ പറ്റാത്ത രീതിയിലും അതിനെ അവശനാക്കുന്ന രീതിയിലുള്ളൊരു ടിക്ക് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നും വരുന്ന ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനാണ്. പിന്നീട് ഇപ്പോൾ ചികിത്സ നടന്നു. ഇപ്പോൾ എന്തായാലും ആ നായയ്ക്ക് ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തിരിച്ച് ബിജ്നോറിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ് ഡൽഹിയിൽ ഈ നായ ചികിത്സ എന്താണ് എന്നറിയാതെ അപ്പോഴേ ആരാധനയുടെ വഴിയെ പോവുകയായിരുന്നു. അത് ആ നായയ്ക്ക് ഒരു ന്യൂറോ പ്രശ്നമുണ്ട്, അതാണ് അതിങ്ങനെ വലം വെച്ചുകൊണ്ടിരുന്നത്. അത് ആ വിഗ്രഹത്തിന് ചുറ്റുമായതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചതാണത്.